Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, Muatipura. Today I am going to discuss about cash flow statement. നമ്മൾ ഓൾറെഡി ഇല്ലുസ്ട്രേഷൻ 1 ഇന്നലെ കണ്ടു കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇല്ലുസ്ട്രേഷൻ 2 ആണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഡേ ടു ഡേ ആക്ടിവിറ്റി ആണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. എന്തായാലും ക്യാഷ് പർച്ചേസ് കയ്യിൽ നിന്ന് കാശ് പോകുന്നുണ്ട്, അപ്പോൾ കുറയ്ക്കണം. ക്രെഡിറ്റ് പർച്ചേസസ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, കാരണം കയ്യിൽ നിന്ന് കാശ് പോകുന്നില്ല. ദെൻ വേജസ് പെയ്ഡ്, സാലറി പെയ്ഡ്, കയ്യിൽ നിന്ന് കാശ് പോകുന്നുണ്ട്, കുറയ്ക്കണം. ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റിൽ പ്രത്യേകിച്ച് കാശൊന്നും വരുന്നില്ലല്ലോ, അപ്പോൾ എടുക്കണ്ട. ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റിലും പ്രത്യേകിച്ച് കാശൊന്നുമില്ല, എടുക്കണ്ട. ക്യാഷ് സെയിൽസിൽ കാശ് കിട്ടുന്നുണ്ട്, ആഡ് ചെയ്യണം. ക്രെഡിറ്റ് സെയിൽസിൽ പ്രത്യേകിച്ച് കാശൊന്നുമില്ല, എടുക്കണ്ട. ഇൻട്രസ്റ്റ് റിസീവ്ഡും നമ്മൾ പറഞ്ഞിരുന്നു ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല, മൈൻഡ് ചെയ്യണ്ട. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലും പ്രത്യേകിച്ച് ക്യാഷ് ഫ്ലോ ഇല്ല, എടുക്കണ്ട. ഡിവിഡൻഡ് റിസീവ്ഡും ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി അല്ല, പരിഗണിക്കണ്ട. ഇൻഷുറൻസ് പ്രൊസീഡ്സ് ഫ്രം എർത്ത് ഡിസാസ്റ്റർ സെറ്റിൽമെൻറ്റ്, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. ഇൻകം ടാക്സ് പെയ്ഡ് നമുക്ക് കുറയ്ക്കണം. ഇൻകം ടാക്സ് റീഫണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് കിട്ടിയതാണ് നമ്മൾ ആഡ് ചെയ്യണം. ഓൾ ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസസ് വെയർ മെയ്ഡ് ഡ്യൂറിംഗ് ലാസ്റ്റ് മന്ത് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ നോ ക്യാഷ് വാസ് പെയ്ഡ് ടു ക്രെഡിറ്റർ ഓർ കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. അവരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയിട്ടുമില്ല, അവർക്ക് കാശ് കൊടുത്തിട്ടുമില്ല. അപ്പം നമ്മൾ ക്രെഡിറ്റേഴ്സും എടുക്കേണ്ട, ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും എടുക്കേണ്ട കാര്യമില്ല. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് അണ്ടർ ഡയറക്റ്റ് മെത്തേഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്, 5 മാർക്ക് ലെവലിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു. ക്യാഷ് സെയിൽസ് 12 ലക്ഷം, കളക്ഷൻ ഫ്രം ഡെപ്റ്റേഴ്സ് ഒന്നും ക്വസ്റ്റ്യനിലില്ല, അപ്പോൾ ടോട്ടൽ 12 ലക്ഷം തന്നെ. കുറയ്ക്കാനുള്ളത് ക്യാഷ് പർച്ചേസസ് 6 ലക്ഷവും, ക്യാഷ് പെയ്ഡ് ടു സപ്ലയേഴ്സ്, അതായത് പേയ്മെൻറ്റ് ടു എംപ്ലോയീസ് ഫോർ വേജും സാലറീസും, അതായത് 1,80,000, അങ്ങനെ മൊത്തം 7,80,000 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻസ് കിട്ടും 4,20,000. ദെൻ ഇൻകം ടാക്സ് പെയ്ഡ് ലെസ് റീഫണ്ട്, അതായത് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇൻകം ടാക്സ് നമ്മൾ 40,000 അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, 10,000 നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡിഫറൻസ് എടുത്താൽ മതിയല്ലോ. 40,000 മൈനസ് 10,000 30,000 രൂപ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കിട്ടും. ക്വസ്റ്റ്യനിൽ ഒരു എർത്ത് ക്വേക്കിൻ്റെ ഇൻഷുറൻസ് പ്രൊസീഡ്സ് ഉണ്ടായിരുന്നു, അതൊരു എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആയതുകൊണ്ട് അതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടി 4,70,000. ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ബാക്കി വീഡിയോസും ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. കീപ് വാച്ചിങ്. താങ്ക്